നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ അധികാരത്തിന്റെ അഹങ്കാരവും ഭരണകൂട സംരക്ഷണത്തിന്റെ കവചവും ഉപയോഗിച്ച് എത്രയോ വിവാദങ്ങൾ മൂടിവെച്ച ഒരു ഭരണമാണ് പിണറായി വിജയൻ സർക്കാരിന്റെ. എന്നാൽ നിയമത്തിന്റെ മുന്നിൽ ഒരു നാൾ എല്ലാം തകർന്നു വീഴുമെന്ന് തെളിയിക്കുന്നതാണ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ പോലീസ് നിർബന്ധിതമായ പുതിയ സംഭവ വികാസങ്ങൾ. ഇത് സ്വമേധയാ എടുത്ത ഒരു നിയമ നടപടിയല്ല, മറിച്ച് ഹൈക്കോടതിയുടെ കർശന ഇടപെടലിനെ തുടർന്നുണ്ടായ ഭയത്തിന്റെ ഫലമാണ്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ചെയ്യൽ പിണറായി സർക്കാരിന്റെ സത്യസന്ധതയെ തെളിയിക്കുന്നതല്ല, മറിച്ച് അതിന്റെ പരാജയത്തിന്റെ തുറന്ന സമ്മതമാണ്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ചോദ്യം ചെയ്യലിനോട് സഹകരിച്ചെങ്കിലും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നൽകിയ മൊഴികളിൽ അവ്യക്തത നിലനിൽക്കുന്നതായി പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. സ്പോൺസർ എന്ന നിലയിൽ കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് പരിചയമുണ്ട് എന്ന് കടകംപള്ളി സമ്മതിച്ചെങ്കിലും സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് തനിക്ക് യാതൊരു അറിവുമില്ല എന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചും വഴിവിട്ട സഹായങ്ങളെ കുറിച്ചുമുള്ള ചോദ്യങ്ങൾക്ക് കടകംപള്ളി നൽകിയ മറുപടികൾ തൃപ്തികരമല്ല എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ കടകംപള്ളിയെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടി വരുമെന്ന സൂചനയാണ് SIT നൽകുന്നത്. 3 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ 100ഓളം ചോദ്യങ്ങളാണ് കടകംപള്ളിക്ക് നേരിടേണ്ടി വന്നത്. സ്വർണം പൂശാനായി ശില്പങ്ങൾ പോറ്റിക്ക് കൈമാറാൻ ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനത്തിൽ സർക്കാരിന്റെയോ മന്ത്രിയുടെയോ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ചു. എന്നാൽ സർക്കാരിന്റെ കൂടി അറിവോടെയും നിർദ്ദേശപ്രകാരവുമാണ് തീരുമാനങ്ങൾ എടുത്തതെന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിന്റെ മൊഴി കടകംപള്ളിയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. പ്രതിയായ പോറ്റി കഴക്കൂട്ടം മണ്ഡലത്തിൽ വീടുകൾ നിർമ്മിച്ചു നൽകിയതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ചും SIT അന്വേഷിക്കുന്നുണ്ട്. പത്മകുമാർ, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവരെ കടകംപള്ളിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ജയിലിലെത്തി വീണ്ടും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഉന്നത നേതാക്കളിലേക്ക് അന്വേഷണം നീളുന്നത് ശബരിമല വിഷയത്തിൽ വിശദീകരണവുമായി ജനങ്ങളിലേക്ക് ഇറങ്ങാനിരിക്കുന്ന CPM-നെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തതോടെ കേസ് CBIക്ക് വിടണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. കേസ് കേന്ദ്ര ഏജൻസി ഏറ്റെടുത്താൽ കളി മാറുമെന്ന തിരിച്ചറിവിൽ സർക്കാരും CPM-ഉം കടുത്ത ആശങ്കയിലാണ്. അന്തർ സംസ്ഥാന ബന്ധങ്ങളുള്ള ഇറിഡിയം പുരാവസ്തു തട്ടിപ്പ് മാഫിയയ്ക്ക് കവർച്ചയിൽ പങ്കുണ്ടെന്ന് SIT തന്നെ കണ്ടെത്തിയ സാഹചര്യത്തിൽ കേരളത്തിന് പുറത്തുള്ള സാമ്പത്തിക ഇടപാടുകൾ പുറത്തു കൊണ്ടുവരാൻ CBI അന്വേഷണം അനിവാര്യമാണെന്ന നിലയിലാണ് പ്രതിപക്ഷം. കടകംപള്ളി സുരേന്ദ്രൻ എന്ന CPM നേതാവിന്റെ പേര് പല വിവാദങ്ങളിലും നേരത്തെയും ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഓരോ തവണയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള അദൃശ്യ സംരക്ഷണ വലയം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. അന്വേഷണ ഏജൻസികൾ നിശ്ചലമായി, ഫയലുകൾ പൂട്ടിപ്പിടിച്ചു, സത്യങ്ങൾ പുറത്തു വരാതെ അടയ്ക്കപ്പെട്ടു. ഇതെല്ലാം കേരളം കണ്ടതാണ്. എന്നാൽ ഇത്തവണ സ്ഥിതി വ്യത്യസ്തമാണ്. ഹൈക്കോടതി ചോദ്യം ചെയ്യലിനെ കുറിച്ച് കർശന നിലപാട് സ്വീകരിച്ചതോടെ ഇനി ഒളിച്ചോടാൻ വഴിയില്ല എന്ന യാഥാർത്ഥ്യമാണ് സർക്കാരിനും കടകംപള്ളിക്കും ബോധ്യമായത്. ഇവിടെയാണ് പിണറായി വിജയന്റെ ഭരണശൈലി വീണ്ടും സംശയത്തിന്റെ നിഴലിലാവുന്നത്. ഒരു മന്ത്രി അല്ലെങ്കിൽ പാർട്ടി നേതാവ് എന്ന നിലയിൽ കടകംപള്ളിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ എന്തുകൊണ്ട് സർക്കാർ സ്വമേധയാ ശക്തമായ അന്വേഷണം ആരംഭിച്ചില്ല? എന്തുകൊണ്ട് ഹൈക്കോടതി ഇടപെട്ട ശേഷമേ പോലീസ് നീങ്ങാൻ തയ്യാറായുള്ളൂ? ഇതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ: നിയമം എല്ലാവർക്കും തുല്യമെന്ന സിദ്ധാന്തം പിണറായി സർക്കാരിൽ നടപ്പിലാകുന്നില്ല എന്ന്. പിണറായി വിജയൻ ആവർത്തിച്ചു പറയുന്ന നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന വാചകം ഇവിടെ പൂർണ്ണമായും പൊള്ളയായി. നിയമം പോകുന്നത് മുഖ്യമന്ത്രിയുടെ മനസ്സിനനുസരിച്ചുള്ള വഴികളിലൂടെയാണെങ്കിൽ അത് ജനാധിപത്യത്തിന് ഏറ്റവും വലിയ ഭീഷണിയാണ്. കടകംപള്ളിയെ ചോദ്യം ചെയ്യാൻ സർക്കാർ തയ്യാറായത് ഹൈക്കോടതിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടി വരുമെന്ന ഭയത്തിലാണെങ്കിൽ അതിലൂടെ വെളിവാകുന്നത് മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും അധികാര ദുരുപയോഗവുമാണ്. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. പിണറായിയുടെ ഭരണകാലത്ത് ഉയർന്ന അനവധി വിവാദങ്ങളിൽ ഒരേ മാതൃകയാണ് കാണാൻ കഴിയുന്നത്. ആദ്യം നിഷേധം, പിന്നീട് മൗനം, തുടർന്ന് അന്വേഷണത്തെ മന്ദഗതിയിലാക്കൽ, ഒടുവിൽ കോടതിയുടെ ഇടപെടൽ. സ്വർണ്ണക്കടത്ത് കേസ് മുതൽ വിവിധ അഴിമതി ആരോപണങ്ങൾ വരെ ഇതേ പാതയാണ് സർക്കാർ പിന്തുടർന്നത്. കടകംപള്ളി വിഷയവും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം വളരെ ലളിതമാണ്: ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ കടകംപള്ളിയെ ചോദ്യം ചെയ്യുമായിരുന്നു? ഉത്തരം വ്യക്തമാണ്: ഇല്ല. അതാണ് ഈ സർക്കാരിന്റെ യഥാർത്ഥ പ്രശ്നം. നീതി സ്വയം പ്രവർത്തിക്കാതെ കോടതിയുടെ ചാട്ടമാറിന് പിന്നാലെ മാത്രമാണ് ഭരണകൂടം അനങ്ങുന്നത്. PS പ്രശാന്തിന്റെ സ്ഥാനം ഇന്ന് പരിങ്ങലിലാകുന്നത് വ്യക്തിഗത പരാജയം മാത്രമല്ല, ഒരു ഭരണ സംവിധാനം മുഴുവൻ എത്രത്തോളം രാഷ്ട്രീയ അടിമത്തത്തിലാണ് എന്നതിന്റെ തെളിവാണ്. ഉദ്യോഗസ്ഥർ നിയമത്തിനോടല്ല, രാഷ്ട്രീയ നേതാക്കളോടാണ് കടപ്പെടേണ്ടി വരുന്നതെന്ന സാഹചര്യം നിലനിൽക്കുന്നിടത്തോളം ഇത്തരം പ്രതിസന്ധികൾ ആവർത്തിക്കപ്പെടും. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത സംഭവം പിണറായി വിജയന്റെ ഭരണത്തിന് ഒരു മുന്നറിയിപ്പാണ്. നിയമം എത്ര കാലം വേണമെങ്കിലും വൈകിപ്പിക്കാം, പക്ഷേ അതിനെ പൂർണ്ണമായി തടയാനാകില്ല.
ഹൈക്കോടതിയുടെ ഇടപെടൽ തെളിയിക്കുന്നത് ഒരേ ഒരു സത്യമാണ്: കേരളത്തിൽ ഇപ്പോഴും നീതിക്ക് ഒരു ശബ്ദമുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നല്ല ഉയരുന്നത്, കോടതി മുറികളിൽ നിന്നാണ് അത് ഉയരുന്നത്. പിണറായി വിജയനും കടകംപള്ളി സുരേന്ദ്രനും ഈ ചോദ്യം ചെയ്യലിനെ ഒരു ഔപചാരിക നടപടിയായി തള്ളിക്കളയാൻ ശ്രമിച്ചേക്കാം. എന്നാൽ ജനങ്ങളുടെ മനസ്സിൽ ഇത് ഇതിനകം തന്നെ വിധിയായി മാറിക്കഴിഞ്ഞു. അധികാരത്തിന്റെ മറവിൽ ഒളിപ്പിച്ച സത്യങ്ങൾ പുറത്തു വരാൻ തുടങ്ങിയാൽ അതിന്റെ ആഘാതം ഒരു ചോദ്യം ചെയ്യലിൽ ഒതുങ്ങില്ല. അതൊരു ഭരണകാലത്തെ ആകെ ചോദ്യമുനയിൽ തറച്ചു നിർത്തും.